ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട് അല്ലേ? പിന്നെ ഞാൻ കൂടുതൽ ഷോർട്ടൊക്കെ ഇടുന്നത്, ഒരു കോമഡി ഷോർട്ടൊക്കെ ഇടുന്നത്, അതൊക്കെ ഇടുമ്പോൾ കുറച്ച് സബ്സ്ക്രൈബർക്ക് കൂടുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോ കിട്ടിയുമ്പോഴത്തേക്കൊന്നും അങ്ങനെ സബ്സ്ക്രൈബറൊന്നും കൂടുതൽ അധികം ആൾക്കാർ നമ്മളെ അറിയാവുന്നവരൊക്കെ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് ഇടാനങ്ങ് മടിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെന്താ ചിങ്ങം ഒന്നിൻ്റെ അന്ന് വീഡിയോ ഇടണമെന്നൊക്കെ ഒന്ന് വിചാരിച്ചായിരുന്നു. അമ്പലത്തിലേക്ക് പോയിരുന്നു. ചിങ്ങം ഒന്നിന് നമ്മൾ ആഘോഷമൊന്നും ഇല്ലായിരുന്നു, എന്നാലും പുതുവർഷമല്ലേ, അപ്പോൾ അതുകൊണ്ട് പരിപ്പ് പപ്പടമൊക്കെ ഉണ്ടാക്കി. അപ്പം പിന്നെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നൊന്നുമില്ല. പിന്നെ ഇന്നലെ അഷ്ടമി രോഹിണിയില്ല, അപ്പോൾ അഷ്ടമി രോഹിണിയുടെയും കുറച്ച് വീഡിയോസൊക്കെ ഇന്നലെ ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൽ നല്ല ഉത്സവവും നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മൾ പരിപാടികളൊന്നും കാണാനൊന്നും പോയില്ല. പിന്നെ കൂടുതൽ നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ കാണാൻ പറ്റും. വെളിയിൽ നടക്കുന്ന എഴുന്നള്ളത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നാൽ കാണാം. പിന്നെ രാവിലെ ഒന്ന് എല്ലാം കിച്ചുകുട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി തൊഴുതിട്ട് വന്നു. അപ്പോൾ കുറച്ച് അങ്ങനെ അമ്പലത്തിൻ്റെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ योगीन्द्राणां त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो भक्तानां कामवशद्युतरुकिशलयं नाथ ते पादमूलं नित्यं चित्तस्थितं मे पवनपुरपदे कृष्ण कारुण्यसिन्धो हृत्वा निःशेषतापन् പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ട് വയ്യാത്ത കുഞ്ഞുങ്ങളുള്ള ഒരുപാട് പേരിപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. ഇതുപോലെ വയ്യാത്തൊരു കുട്ടിയുള്ള ഒരു അമ്മ സ്ഥിരം വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അവർക്ക് നല്ല സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. അപ്പം അവരുടെ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻറ്റ് കണ്ടു. ആരാ എഴുതിയേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ കുട്ടികൾ ശാപമാണെന്നും പിന്നെ അത് കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലമായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെ പൂർവികർ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഇങ്ങനത്തെ കുട്ടികളുണ്ടാകുന്നതെന്നും. അപ്പം അവരുടെ കുടുംബത്തിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. പിന്നാണെങ്കിൽ അവരിങ്ങനത്തെ കുട്ടികളുള്ള വീടുകളിൽ നിന്നും അവർ കല്യാണം പോലും കഴിക്കില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി. ഞാനും അങ്ങനെ ഒരു അമ്മയായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് നൊന്തു. ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ, അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുടെ വീഡിയോ കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ കാണണ്ട. പക്ഷെ ഇങ്ങനെ വെറുതെ എഴുതി ഇങ്ങനെ ആ അമ്മയും അവരെ കൂടുതൽ വിഷമം. അവർ എങ്ങനെയെങ്കിലും കുട്ടിയെയും കൊണ്ട് നമ്മളെപ്പോലുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക കരകയറാനും എങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷം കുട്ടിയെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചിലവുള്ള കാര്യമാണ്. നമ്മൾ മരുന്നൊക്കെ സ്ഥിരം വാങ്ങിച്ചു കൊടുത്തേ പറ്റും. പക്ഷേ എല്ലാവർക്കും അതൊന്നും ചിലപ്പം സാധ്യമാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം പല മാർഗ്ഗങ്ങൾ കണ്ടെത്തും. എന്തായാലും കുട്ടികളെ ഇട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് ശരിക്കും ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലവരും കുട്ടികളെ കാണിച്ചിട്ട് വീഡിയോ ഒക്കെ ഇടും. അതിങ്ങനെ കുട്ടിയെ കാണിച്ചിട്ട് നേടാനൊന്നും അല്ല, ശരിക്കും ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. കുട്ടിയുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ കുട്ടിയെ വളരെ ഭംഗിയായിട്ട് നോക്കാനും ഡോക്ടർ പറയുന്ന രീതിയിൽ എന്താ സർജറി വേണമെങ്കിൽ സർജറി ചെയ്യാനും മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയാണ് പലരും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊന്നും കണ്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട. പക്ഷെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് എഴുതുന്നത് വളരെ ദോഷമാണ്. ശരിക്കും ഞങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഞാൻ പറയുന്നുള്ളൂ.
കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. പിന്നെ മറ്റു ഉള്ളവർ ഇടുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒന്നും അല്ല. കുറച്ച് എന്താ പറയുക, കുറച്ച് സഹതാപവും കുറച്ച് ഒരു നല്ലൊരു മനുഷ്യത്വം ഉള്ളവർക്കൊക്കെ ഇത് കാണാൻ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാനും അതിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നത്തുള്ളൂ. പിന്നെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഒരിക്കലും നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എന്നിങ്ങനെ പെർഫെക്റ്റ് അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഏത് സമയം നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്, അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയാൽ മതി, അല്ലെങ്കിൽ നമ്മളൊന്ന് തലയിടിച്ചൊന്ന് വീണാൽ മതി, നമ്മൾ ഇതിൻ്റെ അവസ്ഥ ഒന്നും അനങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പിന്നെ നമ്മളുടെ A to Z കാര്യങ്ങൾ ആരെങ്കിലും സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ പോകും. അതൊന്നും ഒത്തിരി സമയമൊന്നും വേണ്ട, ഏത് നിമിഷവും സംഭവിക്കും. അത് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, അടുത്ത നിമിഷം വരാൻ പോകുന്നത് നമുക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആർക്കും ഒരിക്കലും ഞങ്ങൾക്ക് ഇന്ന് ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിച്ചു ഉണ്ടായത്, കിച്ചുവിനെ വളർത്തുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ എക്സ്ട്രാ ആയിട്ടുള്ള അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ മെഡിസിനൊക്കെ വാങ്ങണം, പിന്നെ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകണം. എല്ലാം കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അവൻ വളരുന്തോറും നമുക്ക് ആരോഗ്യം കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രായം കൂടുന്നോറും നമ്മുടെ ആരോഗ്യം കുറഞ്ഞായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന വളരെ സന്തോഷത്തോടും സമാധാനത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഞങ്ങളാരും പറയില്ല അവനൊരു ശാപം. കാരണം അവൻ ഉണ്ടായ ശേഷം ഞങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അവനുണ്ടായ ശേഷം മാത്രം. അതിനു മുമ്പ് നമ്മൾ ജീവിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ജീവിതത്തിനൊരു അർത്ഥമില്ല. രാവിലെ എണിച്ച് രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നു, അല്ലാതെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് നേടി എന്ന് നമുക്കുണ്ടായിട്ടില്ല. പക്ഷെ അവനുണ്ടായ ശേഷം നമ്മളിപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് അവന് വേണ്ടിയാണ്. നമ്മൾ ഫ്ലാറ്റ് ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നതും അവന് വേണ്ടി നമ്മൾ ചെയ്ത്. അപ്പം നമ്മൾ നേടിയതൊക്കെ പലതും അവന് വേണ്ടിയാണ്. അതുപോലെ വിനായകനെ ആയാലും നമ്മൾ കെനിയയിലൊക്കെ താമസിച്ചായിരുന്നെങ്കിൽ അവൻ്റെ കഴിവനുസരിച്ച് അവന് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് ചിലപ്പോൾ നമുക്ക് വിടാൻ ഇപ്പോഴത്തെ പോലെ പറ്റിയെന്ന് വരില്ല. കാരണം അതനുസരിച്ചുള്ള കോഴ്സുകളൊന്നും നമുക്ക് ചിലപ്പം മറ്റു സ്ഥലങ്ങളിൽ കിട്ടിയില്ലെന്ന് വരിക. അപ്പോൾ ഇവിടെ എത്തിയോണ്ട് അവന് കറക്റ്റ് നല്ലതായിട്ട് നല്ല ഒരു ട്രെയിനിങ് കൊടുക്കാനും അവന് ഇഷ്ടമുള്ള രീതിയിലേക്ക് അവനെ വിടാനും നമുക്ക് സാധിച്ചു. അതും നമ്മൾ ഈ കിച്ചു കാരണമാണ് നമ്മൾ തിരുവനന്തപുരം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം കിച്ചു മാത്രമാണ്. ഒരിക്കലും ഞാൻ പറയില്ല കിച്ചു ഉണ്ടായതൊരു ശാപം. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിക്കും എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് കുട്ടികൾ. പിന്നെ അറിയാമല്ലോ, ഈശ്വരൻ നമ്മൾ എത്തണമെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു കഷ്ടപ്പാടുള്ള കാര്യം, ഒരുപാട് പരീക്ഷണങ്ങളുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈശ്വരനിലേ എത്തത്തുള്ളൂ. അപ്പോൾ അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പരീക്ഷണമായിരിക്കും അവനെ നോക്കുക, അവനെ നമ്മൾ സംരക്ഷിക്കുക. അപ്പോൾ അത് നമ്മൾ അവനെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ ഈശ്വരനിൽ എത്തിച്ചേരുക ചെയ്യുന്നത്. അല്ലാതെ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനോ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. അങ്ങനെയൊന്നും ആരും കരുതരുത്, ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ കരുതുന്നവർ ദയവ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ളവരുടെ വീഡിയോ കാണാതെ ഇരിക്കുക. പറഞ്ഞു ഒത്തിരി നീണ്ടുപോയില്ലേ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ എന്താ പറയുന്നത്, നമ്മളെ രക്തം തിളയ്ക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതാണ് അത്രയും പറഞ്ഞു പോയത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വീഡിയോ കാണുന്നവർ ഈ എഴുതിയ ആൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നില്ല. കാരണം എനിക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പറ്റുന്നവർ ഷെയർ ചെയ്ത് പലരും ഷെയർ ചെയ്ത് കഴിയുമ്പം ഇത് ചിലപ്പോൾ ഈ അങ്ങനെ പറഞ്ഞ് ആളിന് ചിലപ്പം ഇത് കാണാൻ സാധിച്ചെന്ന് വരും. അല്ലെങ്കിൽ ഇതുപോലെ മനസ്സുള്ളവർക്ക് ഈ വീഡിയോ കാണലിലൂടെ മാറ്റം ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഉപകാരമാണെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തി പിന്നെ കുറ്റപ്പെടുത്തി കൂടുതൽ നമ്മളെ വിഷമാവസ്ഥയിലേക്ക് തള്ളിവിടരുത്. അപ്പം എന്താ പറയണേ, നമ്മളെ പറ്റുമെങ്കിൽ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക.